കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽ സമയം വന്നുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം. അല്പനിമിഷങ്ങൾ കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ഒരുമിച്ച് വീണ്ടും ധ്യാനിക്കാം. എബ്രായ ലേഖനം 11 അധ്യായത്തിൽ നിന്നും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിപ്പാൻ ദൈവം ഇടയാക്കി. ഈ പകൽ സമയവും തുടർന്ന് ആ തിരുവചന ഭാഗം നമ്മൾ ശ്രദ്ധിക്കുവാനായിട്ട് പോവുകയാണ്. കാരണം വിശ്വാസമെന്ന വാക്ക് ഈ തിരുവചന ഭാഗത്ത് എങ്ങനെ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നു, ആ ഡിഫൈൻ ചെയ്ത ശേഷം എങ്ങനെയാണ് അതിനെ ഇലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങളും ആ വിഷയം നാം ഗ്രഹിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ട് വളരെ കൃത്യമായിട്ട് ദർ ഈസ് ദ ഫേമസ് ഡെഫിനിഷൻ ഓഫ് ഫെയ്ത്ത്. അതെല്ലാവർക്കും അറിയാവുന്നൊരു വേദഭാഗമാണ്. പക്ഷെങ്കിൽ പല സന്ദർഭങ്ങളിലും ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന പദങ്ങളും ഏറ്റവും പരിചിതമാകുന്ന വേദപുസ്തകത്തിലെ ചില വാക്യങ്ങളും ഏറ്റവും മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്നതും അങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് അല്ലെങ്കിൽ വാക്കുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആൻഡ് ദ വേർഡ് ഫെയ്ത്ത് ഈസ് നോ ഡിഫറെൻറ്റ്. And as far as I understand, this is one of the terms which is most of the time misunderstood or even abused at times. പല സന്ദർഭങ്ങളിലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണ്. അതുമാത്രമല്ല, ദുരുപയോഗം ചെയ്യപ്പെടുന്ന വാക്കാണ്. അതുകൊണ്ടാണ് ദൈവവചനപ്രകാരം എന്താണ് വിശ്വാസം നമ്മൾ മുകളിൽ കണ്ടു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. My just shall live by faith. So faith is something which is so down to earth, so practical, and which is so connected with our everyday life. It is not an abstract thing that we imagine something, we make something up in our imaginations, we dream of something. That's not what the Bible speaks about faith. അപ്പോൾ ഈ വേദഭാഗം നിശ്ചയമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഞാൻ ആ പാസേജ് ഒന്ന് വായിച്ചിട്ട് ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതിനെ തുടർന്ന് ചില കാര്യങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുന്നു. Hebrews chapter 11 verses 1 to 4. Hopefully we will try to express it until verse 4. 4 വാക്യം വരെ കഴിയുമെങ്കിൽ നമുക്ക് ഒന്ന് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കാം. ദയവായിട്ട് ആ വേദഭാഗം ഒന്ന് വായിക്കാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിനു കയീൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിനു സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം ഈ വേദഭാഗത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതാകുന്ന വിഷയം പ്രധാനമായിട്ട് നാം കണ്ടു. വിശ്വാസമെന്ന കാര്യത്തെക്കുറിച്ച് 1 വാക്യത്തിൽ വിശദീകരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു, വിശ്വാസം എന്നുള്ളത് ഇറ്റ് ഈസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ഫ്യൂച്ചർ. അതുകൊണ്ടാണ് വിശ്വാസം എന്നതോ നൗ ഫെയ്ത്ത് ഈസ് ദ അഷ്വറൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ.
നാം പ്രത്യാശിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് അവർ everyday hopes. For example, I hope it will rain in the afternoon. That is our everyday hope. It may rain, it may not rain. So, നിത്യജീവിതത്തിലെ പ്രതീക്ഷകളെക്കുറിച്ചല്ല വിശ്വാസം, ആശിക്കുന്നതിൻ്റെ ഉറപ്പ് എന്ന് പറയുമ്പോൾ ദൈവവചനം വിവക്ഷിക്കുന്നത്. When the Bible speaks about hope, it is our secure hope. ദൈവവചനം പ്രതീക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ ആശയെക്കുറിച്ച്, പ്രത്യാശയെക്കുറിച്ച് പറയുമ്പോൾ അത് താൽക്കാലികമായി സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഞാൻ അങ്ങനെ പ്രത്യാശിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് നമ്പർ 1. ആശിക്കുന്നതിൻ്റെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ എനിക്കെന്തേലും ഞാൻ ആശിച്ചിട്ട് അതുറയ്ക്കും. എന്തോ വേണേ ആശിക്കാമല്ലോ. കാരണം ബൈ നേച്ചർ നമ്മുടെ ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ജഡ സ്വഭാവത്തിൻ്റെ എല്ലാ പ്രത്യേകതകളുമുണ്ട്. കാരണം അങ്ങനെ അവിശ്വാസികൾ ചിന്തിക്കുന്നത്. ഒരിക്കൽ I will leave the place unnamed and I will leave the names unnamed and nobody will understand. ഒരിക്കൽ ഒരു ഭവനത്തിൽ ഞങ്ങൾ വിസിറ്റിന് വേണ്ടി ചെന്നപ്പം അയൽപക്കത്തുള്ള മലയാളികളല്ലാത്ത വേറൊരു ഭാഷക്കാർ, അവരെക്കുറിച്ച് അപ്പം ഞങ്ങൾ പാസ്റ്ററാന്നറിയാം, വളരെ ബഹുമാനത്തോടെ പറഞ്ഞു, പക്ഷേ ഇന്ന വിഷയങ്ങളിൽ പതിർസാബ് എന്ന് പറഞ്ഞ അഭിസംബോധന ചെയ്തേച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞു. അത് അവരോടൊന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ അവിടെ ചെന്നു, ഈ കാര്യം അവരുമായിട്ട് ഷെയർ ചെയ്തു. നമ്മൾ ദൈവമക്കളല്ലേ, അതുകൊണ്ട് നമ്മുടെ പ്രത്യേകിച്ച് നമ്മളൊരു എക്സ്ട്രാ മൈൽ നടക്കണം, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ദോഷമൊന്നും പറയാൻ ഇടയാകരുത്. ഇത് പറഞ്ഞതും ആ സഹോദരി ആകെപ്പാടെ അങ്ങ് ഇമോഷണലായി. പാസ്റ്ററേ, ഞാൻ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വിചിത്രമായ കാര്യമായിട്ട് എനിക്ക് തോന്നി. എന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ ഒരു റൂം ബോയിയെ പോലെ എൻ്റെ വിംസ് ആൻഡ് ഫാൻസീസ് അല്ലെങ്കിൽ എൻ്റെ ബെക്ക് ആൻഡ് കോളിന് എന്നെ അനുസരിക്കാൻ നിൽക്കുന്ന ഒരു നിർഗുണ പരബ്രഹ്മമായിട്ടാണ് പലരും കരുതുന്നത്. നോ, അതല്ല ആശിക്കുന്നതിൻ്റെ ഉറപ്പെന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? എന്തെങ്കിലും എൻ്റെ ജഡത്തിൽ എൻ്റെ ജഡം എന്നെ പ്രേരിപ്പിക്കുന്നത് ആശിച്ചേച്ച് അതിൻ്റെ ഉറപ്പാണെന്ന് പറയുന്നതല്ല വിശ്വാസം. പിന്നെ എന്താ വിശ്വാസം? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളത് ആ തിരുവചന ഭാഗവുമായിട്ടൊന്ന് കണക്ട് ചെയ്തു. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത് സുവിശേഷം നിമിത്തം നമുക്കൊരു വലിയ പ്രത്യാശ കിട്ടി. എന്താണ് ആ പ്രത്യാശ? സ്വർഗത്തിലുള്ള ആ വലിയ പ്രത്യാശ നിമിത്തം നിങ്ങൾക്കുള്ള വിശ്വാസവും സ്നേഹവും. കൊലോസ് ലേഖനം 1-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. സോ ആശിക്കുന്നതിൻ്റെ ഉറപ്പെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, ഇറ്റ് ഈസ് അബൌട്ട് അവർ ഷുവർ ഹോപ്പ്. അതുകൊണ്ടല്ലേ അതിൻ്റെ 11-ാമത്തെ അധ്യായം 10-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് ആശയെന്ന് പറഞ്ഞാൽ. വേറെ ഒന്നുമല്ലേ. എൻ്റെ ആശയം എന്താ? ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട്
വരാനുള്ളവൻ വരും. അതുപോലെ ഉറപ്പുള്ള ഒരു കാര്യമില്ല. ബാക്കി ഒരു കാര്യത്തിനും ഉറപ്പില്ല. ബാക്കി ഒരു പ്രതീക്ഷകൾക്കും ഉറപ്പില്ല. എന്നാൽ ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്: വരാനുള്ളവൻ വരും. അതാ ഉറപ്പ്. അപ്പോൾ അതുമായിട്ടാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പെന്ന് പറഞ്ഞാൽ കർത്താവ് വരും, നമ്മുടെ ഭാവി സെക്യൂറാണ് എന്ന ആശയാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ ആധാരം. ഞാൻ അവിടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. സോ ഇറ്റ് ആൻറ്റിസിപ്പേറ്റ്സ് ദ ഫ്യൂച്ചർ. ഒരു ഫ്യൂച്ചർ ഓറിയൻറ്റേഷനാണ് വിശ്വാസികൾക്കുള്ളത്. പഴയ നിയമം, ഓൾഡ് ടെസ്റ്റ്മെന്റ് ഈസ് നോ ഡിഫറെൻറ്റ്. പൊതുവെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, പഴയ നിയമകാലത്ത് ഭൗതിക നന്മയും പുതിയ നിയമകാലത്ത് ആത്മീക നന്മ എന്ന്. അങ്ങനല്ലല്ലോ. കാരണം 11-ാമത്തെ അധ്യായം ഈ എബ്രായ ലേഖനം താഴോട്ടൊന്ന് വായിച്ചു നോക്ക്. പഴയ നിയമകാലത്തും അവരുടെ പ്രതീക്ഷ എന്തായിരുന്നു? 11:13 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിക്കണ്ട, നിങ്ങൾ വായിച്ചു നോക്ക്. അബ്രഹാമും ഇസഹാക്കും യാക്കോബും ദൈവം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനു വേണ്ടി കാത്തിരുന്നു. അതുകൊണ്ടാണ് അബ്രഹാം 4 രാജാക്കന്മാരെയും അവരുടെ സൈന്യത്തെയും തോൽപ്പിച്ചയച്ച് തിരിച്ചു വന്നപ്പം ഉൽപ്പത്തി പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ ഒരു ഓഫർ കൊടുത്തു. ഈ സമ്പത്തൊക്കെ അങ്ങ് നീ എടുത്തോ എന്ന് പറഞ്ഞു. അബ്രഹാം എന്നാ പറഞ്ഞെന്നറിയാമോ? നോ, യഹോവയാകുന്ന ദൈവത്താൽ എനിക്കറിയാം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അബ്രഹാമിനെ നീ സമ്പന്നനാക്കിയെന്ന് വേണ്ട. ലോകം തരുന്ന ഒരു കാര്യവുമല്ല വലുത്. കർത്താവ് തരുന്നതുണ്ടെങ്കിൽ മേടിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമ്മൾ കുറച്ച് വലിയ ആൾക്കാരായിട്ട് കാണിക്കുന്ന ഒന്നും അല്ലെന്നേ വലിയ കാര്യം. ഞാൻ പറഞ്ഞല്ലോ, എന്തോ ആകട്ടെ. ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങൾ പലരും എന്നോട് നിങ്ങളുടെ കാറിൻ്റെ പേരിനെ കുറിച്ചൊക്കെ എന്തിനാ പാസ്റ്റേ പറഞ്ഞെന്നൊക്കെ ചോദിച്ചു. എന്നാൽ ഞാൻ ഇവിടുത്തെ കാറിൻ്റെ പേര് പറയുന്നില്ല, നാട്ടിലെ അങ്ങ് പറയട്ടെ. മാരുതി 800 ആകട്ടെ, നാട്ടിൽ പിന്നെ ഏതാ വലുതുള്ളേ? ഐ ഡോണ്ട് നോ. എന്തോ ആകട്ടെ, ആഫ്റ്റർ ഓൾ ഇതൊക്കെ ഉപയോഗത്താൽ നശിച്ചു പോകുന്നതാ. ഇതൊന്നും അല്ല വലിയ കാര്യം. നാം അത് മനസ്സിലാക്കണം. ദാറ്റ്സ് നോട്ട് എ ബിഗ് തിങ്. അതല്ല വലിയ കാര്യം. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. അടുത്തത്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞാൽ, ദൈവമക്കള്, വി ആർ നോട്ട് ഓൾവേസ് ലുക്കിംഗ് ഇൻ ടു ദ സ്കൈ ഫോർ ദ പൈ ഇൻ ദ സ്കൈ. നോ, അങ്ങനെ പലരും പറയുന്നേ. നമ്മൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുക, ഇവിടുത്തെ കാര്യമൊന്നും വിഷയമല്ല. അങ്ങനെ അല്ലല്ലോ പുസ്തകം പറയുന്നേ. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് ഓൺലി I know what's going to happen, what has been promised to me is so sure. Not only that, I know there is an unseen spiritual reality around me, although I don't see it. അപ്പോൾ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് മാത്രമല്ല. ഞാൻ മുമ്പേ പറഞ്ഞ പൈ ഇൻ ദ സ്കൈക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർ മാത്രമല്ല നമ്മൾ. വി ഇവാലുവേറ്റ് ദ പ്രസന്റ്. How do we do that?
faith takes the visible world as the invisible world as seriously as the visible. നമ്മുടെ ചുറ്റുപാടും നമ്മൾ കണ്ണോടിക്കുമ്പോൾ കാണുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ജീവിക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? കാണാത്തവയെക്കുറിച്ച്. അതല്ലേ നമ്മൾ വായിക്കുന്നത്? നമ്മൾ വായിക്കുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ് അതെല്ലാവർക്കും ഉണ്ട്. പാസ്റ്ററെ, ഞങ്ങളെല്ലാം ആശിക്കുന്നവരാണ്. അതുകൊണ്ടല്ലേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ. അടുത്ത ലൈൻ ഏതാണെന്നറിയോ? നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിക്കാനെന്നാ നമുക്കുള്ള ടെംപ്റ്റേഷൻ. എന്നാൽ പുസ്തകത്തിൽ അങ്ങനല്ല. നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. മനസ്സിലായോ? എൻ്റെ ആശ്രയം കർത്താവ് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെങ്കിൽ നീയല്ലാതില്ല ഭൂവിൽ ഐ ഡിസയർ നത്തിങ് അപ്പാർട്ട് ഫ്രം യു. വി ഡോണ്ട് സീ ഹിം. പത്രോസ് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. വീണ്ടും ജനിച്ച യേശുവിൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കാണാത്തവനാകുന്ന ദൈവത്തെ അവൻ സ്നേഹിക്കും. അപ്പം നിങ്ങൾ പറയും, പഴയ നിയമത്തിൽ എങ്ങനാ? ഒരു വാക്യം ഒന്ന് വായിച്ചോളൂ. പതിനൊന്നാം അധ്യായം അതിൻ്റെ 27 വാക്യം ഒന്ന് വായിച്ചേ. 11:27. Hebrews 11:27. ആഹാ, എന്തോ പൊരുത്തക്കേടാ വാക്യത്തിലല്ലേ? വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ. അപ്പൊ വിശ്വാസത്താൽ എന്താ സംഭവിക്കുന്നത്? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ. നോക്കിയേ, മോസസിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അവന് കാണാൻ പറ്റുന്നത് എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നെന്നറിയാമോ? കാണാൻ പറ്റുന്നതാണെങ്കിൽ ഗംഭീരമായ കാര്യങ്ങളായിരുന്നു. കെയ്റോയിൽ ആരൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ കെയ്റോയിലെ മ്യൂസിയത്തിൽ ചെന്നാൽ ഇപ്പോഴും മിസ്രൈമിൻ്റെ നിക്ഷേപങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കിട്ടും. പറ്റുമെങ്കിൽ എപ്പോഴേലും പറ്റുകയെന്നേ ഒന്ന് വിസിറ്റ് ചെയ്തോ, കാണുന്നത് നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് കടമെടുത്ത് പോയില്ലെന്നേ ഉള്ളൂ. സ്പെയർ ചെയ്യാം കേട്ടോ, കടം മേടിച്ച് പോയില്ല. സ്പെയർ ചെയ്യാനുണ്ടേ പൊക്കോ, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. ഇപ്പോഴുള്ളത് അത് ഒത്തിരി മോട്ടിച്ചോണ്ട് പോയി, കൊള്ളക്കാരൊത്തിരി കൊണ്ടുപോയ ശേഷം ഇപ്പോൾ ബാക്കി വന്നത് അവിടെ ഇരിപ്പുണ്ട് കെയ്റോയിൽ മ്യൂസിയത്തിൽ. അത് കണ്ടാൽ തന്നെ കണ്ണ് മഞ്ഞളിച്ചു പോകും. അത്ര വലിയ സമ്പത്താണ്. അപ്പോൾ അന്നത്തെ കാലം ഒന്ന് ഓർത്തേ. അപ്പോൾ ആ സമ്പത്തും അടുത്തത് ഫറോയുടെ പുത്രിയുടെ മകൻ. ഒന്നുകൂടെ പറഞ്ഞാൽ ദ നെക്സ്റ്റ് ഫറോ, അടുത്ത ഫറവോ. കാരണം അതായിരുന്നു അവിടുത്തെ നിയമം. പക്ഷെങ്കിൽ അദൃശ്യ ദൈവത്തെ കണ്ടപ്പം ഈ മഞ്ഞളിക്കുന്ന സ്വർണത്തിനപ്പുറം അന്നത്തെ മെഴ്സിഡസിനും ഓടിക്കും എന്ന് വേണ്ട, യു നെയിം ഇറ്റ്, അതിൻ്റെ അപ്പുറം
മോശ ആരെ കണ്ടു? ദൈവത്തെ കണ്ടു. ദൈവത്തെ കണ്ടു. അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നപ്പം that impacted his life. എനിക്കും പറയാമല്ലോ, ഞാൻ അദൃശ്യ ദൈവത്തെ, എനിക്ക് വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ. How do you know it? It will impact my life when it comes to number one, money. ഞാനിത് പ്രസംഗിച്ചേച്ച് ഒരു ദ്രവ്യാഗ്രഹിയാണെങ്കിൽ ഞാൻ അദൃശ്യ ദൈവത്തെ ഒന്നും കാണുന്നവനല്ല. മനസ്സിലായോ? ഞാനിത് പറഞ്ഞിട്ട് നിങ്ങളുടെ സ്തോത്രകാഴ്ചയാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ I don't live by faith. That's not my aim. പ്രിയപ്പെട്ടവരെ, അദൃശ്യ ദൈവത്തെ ഞാനും നിങ്ങളും കാണാൻ തുടങ്ങിയാൽ that's going to impact the way we live. When I see unseen God, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം നമ്പർ 1. അത് മറക്കല്ലേ. ഞാൻ എന്തിനാ ഈ സ്ലോലി പോകുന്നതെന്നറിയാമോ? ഇതിൻ്റെ മറുവശമാണ് 99% കേൾക്കുന്നത്. അതുകൊണ്ട് എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തേ പറ്റൂ. കാരണം കാട് മൂടിക്കിടക്കുക. മൂടിക്കിടക്കുന്ന കാടിൻ്റെ നടുവിൽ കൂടെ ഒരു പ്രാവശ്യം നടക്കുമ്പം ഒന്നും സംഭവിക്കുകയില്ല. 10 പ്രാവശ്യം നടക്കുമ്പം പതുക്കെ അതിൻ്റെ ആ പുല്ലൊക്കെ ഒന്ന് ഒതുങ്ങാൻ തുടങ്ങും. 25 പ്രാവശ്യം നടക്കുമ്പം പതുക്കെ ഒരു വഴിയൊന്ന് രൂപപ്പെട്ടു വരും. ആ പണിയാണ് ഞാൻ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഞാൻ ഇവിടുന്ന് പോകുന്നത് വരെ. അത് കഴിഞ്ഞ് ദൈവം നോക്കിക്കോളും. ദൈവത്തിൻ്റെ സഭയല്ലേ, ഞാനെന്തിനാ അതിനെക്കുറിച്ച് അറിയുന്നേ? ഇറ്റ് ഈസ് ഗോഡ്സ് ചർച്ച്, ഇറ്റ് ഈസ് ഗോഡ്സ് പീപ്പിൾ. ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ഐ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാനിത് ആവർത്തിക്കുന്നത്. കാരണം ഇത് കാട് മൂടി കിടക്കുക. പോസിറ്റീവ് തിങ്കിങ്ങും സ്വപ്നം കാണുന്നതും ഇതെല്ലാം ആ വിശ്വാസമെന്ന് നമ്മുടെ മനസ്സിൽ ഇട്ടേക്കുന്നത് പുസ്തകത്തിലുണ്ടെന്നാണ് പലരുടെയും ചിന്ത. അങ്ങനെ ഇല്ല പ്രിയപ്പെട്ടവരെ, അങ്ങനെയില്ല. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പോൾ മോശയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കാണുന്നു. കാണാത്ത ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുവാൻ അവന് കഴിഞ്ഞത് അദൃശ്യ ദൈവത്തെ അവൻ കണ്ടതുകൊണ്ടാണ്. നോക്കിയേ, കാണാൻ കഴിയാത്ത ദൈവത്തെ കാണാൻ കഴിയുന്നത് വിശ്വാസത്താലാണ്, അല്ലേ? അതുകൊണ്ടല്ലേ അവിടെ എഴുതിയേക്കുന്നത്, അവൻ വിശ്വാസത്താൽ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ. അപ്പോൾ അങ്ങനെ കണ്ടപ്പം രാജാവിൻ്റെ കോപമോ രാജകൊട്ടാരത്തിലെ സൗകര്യങ്ങളോ മോശയ്ക്ക് വിഷയമല്ല. കേൾക്കണേ, രാജാവിൻ്റെ കോപവും വിഷയമല്ല. മനുഷ്യൻ്റെ കോപമൊന്നും അദൃശ്യ ദൈവത്തെ കണ്ടവനെ ബാധിക്കുകയില്ല. ഇനി മനുഷ്യൻ തരാമെന്ന് പറയുന്നത് വിത്ത്ഹോൾഡ് ചെയ്യുമെന്നുള്ളതും അദൃശ്യ ദൈവത്തെ കണ്ടതുകൊണ്ട് ബാധിക്കുകയില്ല. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വല്യപ്പച്ചന്മാർ വസ്തുവകകളെ വെടിഞ്ഞിട്ട് വഴിയോരത്ത് പാർക്കാൻ അവർക്ക് മനസ്സായതിൻ്റെ കാരണമതാ. അദൃശ്യ ദൈവത്തെ കണ്ടു. മനുഷ്യന് തരാനോ എടുക്കാനോ കഴിയാത്ത ഒന്ന് ദൈവം അവരുടെ ഹൃദയത്തിൽ കൊടുത്തു കഴിഞ്ഞപ്പം they left everything. ഇതിൻ്റെ പേരാ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം we will not make further progress, but let me explain that. ഇത് ആണി പോലെ അടിച്ചങ്ങോട്ട് കയറട്ടെ ചിലയിടത്തെങ്കിലും. അപ്പോൾ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നപ്പം ജീവിതത്തിനെ അത് ഇമ്പാക്റ്റ് ചെയ്യാൻ തുടങ്ങി. 2,
അദൃശ്യ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നെങ്കിൽ 7-ാം വാക്യം, വേഴ്സ് 7. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അപ്പോൾ വിശ്വാസത്താൽ ഒന്ന് അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നപ്പം മനുഷ്യന്റെ കോപമൊന്നും അല്ലായിരുന്നു വിഷയം. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് അതുവരെ കാണാത്തവയെക്കുറിച്ച് ദൈവം പറഞ്ഞു. നോക്കണം, അതെൻ്റെ ഇമാജിനേഷൻ അല്ല, നോവയുടെയും. ഇറ്റ് ഈസ് നോട്ട് നോവാസ് ഇമാജിനേഷൻ, ഇറ്റ് ഈസ് നോട്ട് എനിബഡീസ് ഇമാജിനേഷൻ, ഇറ്റ് ഈസ് ദ വെരി വേർഡ് ഓഫ് ഗോഡ്. ഐ എം ഗോയിങ് ടു ഡു ദിസ്, ഐ എം ഗോയിങ് ടു ഡു ദിസ്. ഞാനിത് ചെയ്യാൻ പോകാം, ദൈവം പറഞ്ഞു. എന്താ ചെയ്യാൻ പോകുന്നത്? വലിയ മഴയും വെള്ളപ്പൊക്കവും, എന്താന്ന് പോലും അറിയത്തില്ല. മഴയെന്ന് പറഞ്ഞാൽ അറിയത്തില്ല. Noah never knew what does it mean to rain, and what does it mean when God says he's going to destroy the earth by flood. No idea about that. What is he talking about? I don't understand it. Although I don't understand it, I believe him because he is God. എനിക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് തിരിയുന്നില്ലെങ്കിലും ദൈവമേ അവിടുന്ന് പറഞ്ഞതാണോ എന്നാ ഞാനത് വിശ്വസിക്കുക. മനസ്സിലാവുന്നുണ്ടോ? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അതുവരെ കാണാത്തവയെക്കുറിച്ച് ലോകത്തിൽ ഒരു മനുഷ്യൻ്റെയും ചിന്തയിലില്ലാതിരുന്നത് ദൈവം പറഞ്ഞപ്പം നോവ പറഞ്ഞു, യെസ് ലോർഡ്, ഐ ബിലീവ്. അപ്പം അതുവരെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ this same conviction caused the Apostle Paul to make the confident calculation that the sufferings of this present time are not worth comparing with the glory that is to be revealed to us. നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഐ റെക്കൺ. ഇതാണ് വിശ്വാസം, ഇതാണ് കോൺഫിഡൻസ്, ഇതാണ് ഉറപ്പ്. ഇതിൻ്റെ പേരാണ് വിശ്വാസ ജീവിതം. അല്ലാതെ ആരെങ്കിലുമൊക്കെ നിങ്ങളോട് വന്ന് പറയുന്ന സ്റ്റോറി അല്ല വിശ്വാസ ജീവിതം. ഓഫ് കോഴ്സ് കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സകല സൃഷ്ടിയോടും ദൈവത്തിന് കരുണ തോന്നുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ കോമൺ ഗ്രേസ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതം എന്താണെന്നറിയാമോ? വിശ്വാസ ജീവിതം അതാ. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ, റോമൻസ് 8:38, that nothing whatsoever, not even death, will be able to separate us from the love of God in Christ Jesus our Lord. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഐ ആം പെർസ്വേഡഡ്. കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പ്, നിശ്ചയം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാല്യൂ സിസ്റ്റത്തിലാണ് ദൈവമക്കൾ ജീവിക്കുന്നത്. ആ ജീവിതത്തിൻ്റെ പേരാണ് വിശ്വാസ ജീവിതം. മനസ്സിലായോ? ഏതെങ്കിലും ഒരു സമയത്ത് ദൈവം
എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്തത് മാത്രമല്ല വിശ്വാസം. പിന്നെന്താ? എവ്രിഡേ ലൈഫ്, നിത്യജീവിതത്തിൽ. അതുകൊണ്ടല്ലേ 2 കൊരിന്ത്യർ 4:18 കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കാണുന്നത് താൽക്കാലികമാണ്. ആരായി പറയുന്നേ? വിശ്വാസി പറയുന്ന വാക്ക. കാണുന്നത് താൽക്കാലികമാണെന്നും കാണാത്തതോ നിത്യം. 2 കൊരിന്ത്യർ 5:7 കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് we believers looks far more closely at the immediate scene than the unbeliever. അവിശ്വാസിയെക്കാളും ഇപ്പോൾ ഉള്ളതിനെ സസൂക്ഷ്മം കാണുന്ന ആളിൻ്റെ പേരാണ് വിശ്വാസി. കാരണം അവൻ്റെ ജീവിതം അങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വേഴ്സ് 2, 2-ാമത്തെ വാക്യം. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. നോക്കുക, by exercising this kind of faith or applying the biblical faith, the Bible says our ancestors gained something. What's that? That which matters most. ഇതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഏതിനാൽ? വിശ്വാസത്താൽ ജീവിച്ചതിനാൽ. എന്താ വിശ്വാസ ജീവിതം എന്ന് ഞാൻ പറഞ്ഞല്ലോ. 1, ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. 2, കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയം. അതാ വിശ്വാസ ജീവിതം. അപ്പം ആ വിശ്വാസ ജീവിതത്താൽ ആർക്ക് എന്താ കിട്ടിയത്? പൂർവന്മാർക്ക് സാക്ഷ്യം കിട്ടി. ശ്രദ്ധിച്ചേ, അതിനാലല്ലോ. ഏതിനാൽ? വിശ്വാസത്താൽ. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചു. ഫോർ ബൈ ഇറ്റ് the people of old received their commendation. പ്രിയപ്പെട്ടവരെ, God's commendation is the one thing to be desired than anything in the world. നാം അത് മനസ്സിലാക്കണമെങ്കിൽ പൂർവന്മാർക്ക് സാക്ഷ്യം കിട്ടി. അതിന് 4-ാം വാക്യം ഒന്ന് വായിച്ചേ. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അത് നമ്മൾ പിന്നീട് വ്യക്തമാക്കും എന്തുകൊണ്ടാണ് ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചത് ഹാബേലിന്റെ. എന്നാൽ അവിടുത്തെ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. അവന് നീതിമാൻ എന്ന് സാക്ഷ്യം. അപ്പം പൂർവന്മാർക്ക് എന്തോ കിട്ടി? വിശ്വാസത്താൽ സാക്ഷ്യം കിട്ടി. ഹാബേലിനെ കുറിച്ച് പറയുക നീതിമാൻ. കാരണം മുകളിൽ നമ്മൾ കണ്ടു ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്. നീതിമാൻ എങ്ങനെയാ ജീവിക്കുന്നേ? വിശ്വാസത്താൽ. അപ്പോൾ ഹാബേലിനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു റൈച്ചസ്, നീതിമാൻ. അപ്പോൾ വിശ്വാസത്താലാണ് ഹാബേലിന് ദൈവത്തിൻ്റെ കമൻഡേഷൻ ലഭിച്ചത്. 5-ാം വാക്യം ഒന്ന് വായിച്ചേ. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം. അടുത്ത ആള് ഹാനോക്ക്. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചെന്ന് എപ്പോഴാ സാക്ഷ്യം കിട്ടിയേ? പോൾ ദി അപ്പോസ്റ്റലിനെ അറിയാലോ. നമ്മളെല്ലാം ടോം സ്റ്റോണിൽ എഴുതി വെക്കുന്ന ഒരു വാക്യമുണ്ട് അവിടെ.
2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൽ ഞാൻ നല്ലപോർ പൊരുതു. പക്ഷെ എപ്പോഴാണ് ഇത് പറഞ്ഞതെന്നറിയാം? ജീവനോടിരിക്കുമ്പോഴാണ് പറഞ്ഞേ. ജീവനോടിരിക്കുമ്പോഴാണ് പറഞ്ഞേ. ഇന്ന് നമുക്കത് പറയാൻ പറ്റുമോ? കാരണം നമുക്കറിയത്തില്ലല്ലോ ഇന്ന് വൈകുന്നേരത്തേക്ക് നമ്മൾ ആ തണുത്ത മുറി കയറുമോ എന്നറിയത്തില്ല. വീടൊന്നു പേടിക്കൊന്നും വേണ്ട. ഫ്യൂണറൽ ഹോമുകാർ വന്ന് എന്നെ കൊണ്ടുപോകുമോ? ഐ ഡോണ്ട് നോ. നോബഡി നോസ്. ആർക്കും അറിയത്തില്ല. ആർക്കും അറിയത്തില്ലല്ലോ. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? 10 വർഷം കഴിഞ്ഞ് ഞാൻ മരിക്കുള്ളെന്ന ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ട്? ഒന്ന് കൈ ഉയർത്തുക. എനിക്ക് ആ വ്യക്തിയുമായിട്ടൊന്ന് സംസാരിക്കണം. ആരെങ്കിലും ഉണ്ടോ? നോബഡി. അപ്പോൾ വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഓൾ ദി അച്ചീവ്മെൻറ്റ്സ് ഓഫ് ലൈഫ്? ചിന്തിക്കുക. വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്? The very most important thing according to these verses. The ancestors, പൂർവന്മാർ, അവരുടെ ലക്ഷ്യം. ഒരു ദിവസം ഞാൻ കർത്താവിൻ്റെ സന്നിധാനത്തിൽ നിൽക്കും. അപ്പോൾ അവിടുന്ന് എന്നോട് പറയണം, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. ഇന്ന് മരിച്ചാൽ, ഇപ്പം കണ്ണടച്ചാൽ ആ കമൻറ്റേഷൻ നമ്മൾ കേൾക്കുമോ? തിങ്ക് അബൌട്ട് ദാറ്റ്. ഞാൻ ആരെയും വിധിക്കാനല്ല വന്നത്. ഞാൻ ആരെക്കുറിച്ചും അല്ല പറയുന്നത്. ആരും ചിന്തിക്കേണ്ട ഇന്നാർക്കിട്ട് പാസ്റ്റ് വെട്ടുക. നോ. അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിനക്കിട്ടാ വെട്ടുന്നത്. ഓർത്തോ? നോ. നമ്മളാരും ആരെക്കാളും ശ്രേഷ്ഠന്മാരൊന്നുമല്ല. നമ്മളെല്ലാം ആപേക്ഷികമാകുന്ന നീതിയാണ്. ചില കാര്യങ്ങളിൽ നമ്മൾ ബെറ്റർ ആയതുകൊണ്ട് നമ്മൾ ചിന്തിക്കും അവൻ എന്നെക്കാളും മോശം. നോ. ദൈവത്തിൻ്റെ ആ സ്റ്റാൻഡേർഡിന് ഉയരാൻ നമുക്ക് ആർക്കും പറ്റുകയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ചാരിക്കൊണ്ട് വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു ഭക്തന് ഏത് സമയത്തും പറയാം, ധൈര്യത്തോടെ പറയാം, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ആ ഉറപ്പ് ഇന്നുണ്ടാകണമെന്നേ. അതിനായി ഈ ഉപദേശിയെ ഇങ്ങോട്ട് അയച്ചത്, അതിനായി ഉപദേശി ഈ പ്രസംഗം ചെയ്യുന്നത്. Everybody ought to have this assurance that I will, if I close my eyes, I will receive the warm commendation of God. Good and faithful servant, you have been faithful in small things. പ്രിയപ്പെട്ടവരെ, എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപക ആ ആൻറ്റി ഇന്ന് ബെഡ് റിഡൻ അല്ലെങ്കിലും വീട്ടിലിരിപ്പാ, കൂട്ടായ്മകൾക്കൊന്നും വരാൻ പറ്റുകയില്ല. ആ ആൻറ്റി പറഞ്ഞ ഒരു കാര്യം ഐ വിൽ നെവർ എവർ ഫർഗെറ്റ്. താനൊരു സ്കൂൾ അധ്യാപകയായിരുന്നു, അൺമാരീഡ്. ആ ആൻറ്റി പറഞ്ഞ ഒരു കാര്യം, മോനെ, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്നത് വലിയ കാര്യമാണ്. I will never ever forget that. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്നത് വലിയ കാര്യമാണ്. കേട്ടോ? മറക്കരുതേ, ചെറിയ കാര്യങ്ങൾ. കുഞ്ഞുങ്ങളെ, being faithful in small matters is a big thing. It is a big thing. It is not small. ഇവിടെ നമ്മൾ വായിക്കുന്നത്, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അതുകൊണ്ട് അതിന് 39-ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിച്ചു. 11:39. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും. നോക്കണം,
അവർക്കെല്ലാം അൾട്ടിമേറ്റ്ലി ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, അവരെല്ലാം വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്തം നിവർത്തി പ്രാപിച്ചില്ല. നോക്കുക പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ സാക്ഷ്യം ലഭിക്കുക. വൈ റിവൈവൽ ടാരീസ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമാകുന്ന ഒരു ബുക്കുണ്ട്. ഒത്തിരി വർഷം മുമ്പ് ഞാൻ വായിച്ചതാണ്, ഒരുപാട് വർഷം മുമ്പ്. വൈ റിവൈവൽ ടാരീസ്, ലിയനാർഡ് റാവൻഹിൽ. അതിനകത്ത് മനോഹരമാകുന്ന ഒത്തിരി ഉദ്ധരണികളുണ്ട്. അതിലൊന്നിങ്ങനെയാണ്: If we displease God, does it matter whom we please? And if we please God, does it matter whom we displease? നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ മനുഷ്യനെന്നി പ്രസാദിച്ചില്ലെങ്കിൽ എന്താ? അല്ല, ഞാൻ ആരെയെല്ലാം പ്രസാദിപ്പിച്ചാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്താ നേട്ടം? ഡോണ്ട് ഫോർഗെറ്റ്. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ബിക്കോസ് അതിൻ്റെ കാര്യം എന്നാണെന്നറിയാം. ഒരു വാക്യം മാത്രം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല, പിന്നീട് നമുക്ക് അവിടെ കടന്നു വരാം. ആ 11-ാമത്തെ അധ്യായം തന്നെ അതിൻ്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചേ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. God is not ashamed to be called their God. God is not ashamed. In other words, God is proud of being called the God of Abraham, Isaac, and Jacob. He is proud. Look at my servants, my children. I am so proud about them. പക്ഷെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അത് തുടങ്ങിയത് ആരാന്നറിയാം? എവറിതിങ് ബിഗിൻസ് വിത്ത് ഗോഡ്. അതുകൊണ്ടാ അവൻ അവർക്ക് വേണ്ടി ഒരു നഗരം ഒരുക്കിയേച്ച് പറഞ്ഞു, മക്കളെ, come on, let's go to that city with eternal foundations. നിത്യ അടിസ്ഥാനമുള്ള ആ നഗരത്തിലേക്ക് പോകാം. അപ്പോൾ അവരെന്നെ പറഞ്ഞു, യെസ് ലോർഡ്, ഞങ്ങളും വരാം. അപ്പോൾ തുടക്കം ആരില്ല? തുടക്കം ദൈവത്തിലാണ്. താങ്ക് ഗോഡ്. എന്നിലല്ല തുടക്കം എന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തിനേറെ എൻ്റെ കണ്ടിന്യൂവേഷനും ദൈവത്തിലാണ്. കാരണം തിരുവചനം എന്നെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തിയെ തുടങ്ങിയവൻ, ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിൻ്റെ നാളോളം അനുഗ്രഹിക്കും. പക്ഷെങ്കിൽ അറ്റ് ദ സെയിം ടൈം ആ കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവഴുത്തിൽ രേഖപ്പെടുത്തുകയാണ്. ദിസ് ഈസ് ദ വേ എ ബിലീവർ ought to live. ഇങ്ങനെയാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു തരികയാണ്. കാരണം അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, അവരെന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് ലോകത്തിൻ്റെ കാര്യങ്ങളൊന്നും അല്ല വലിയ കാര്യം. ലോകം കൊടുക്കാമെന്ന് പറഞ്ഞതോ, കാരണം മുകളിൽ പറയുന്നുണ്ട്, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ. പ്രിയപ്പെട്ടവരെ, വിട്ടുപോകുന്നത് എന്താ? നിത്യതയുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ വിട്ടുപോകുന്നതൊക്കെ വലിയ കാര്യമായിട്ട് തോന്നുന്നേ അല്ലേ? നമ്മുടെ കുടുംബ പാരമ്പര്യമാകട്ടെ, എന്തിനേറെ നമുക്കുണ്ടായിരുന്ന ചിലർ പറയുന്നത് ഞാൻ കേട്ടു, ഞാൻ ആരെയും വിമർശിക്കുകയല്ല, അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണെന്ന് ഞാനും കരുതുക. ലോകപ്രകാരം എനിക്കുണ്ടായിരുന്ന സകലവും വിട്ടേച്ച് ഞാൻ ഇതിൻ്റെ പുറകെ എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായിരുന്നു ഇതിനേക്കാളും വലുതെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അതായിരുന്നു ഇതിനേക്കാളും വലുതെങ്കിൽ പിന്നെന്തിനാ വന്നത്? അതിനേക്കാളും വലുത് ഇതാണെന്ന് മനസ്സിലാക്കിയപ്പോഴാ
അതുകൊണ്ടാണ് എബ്രഹാം ഒരു സെറ്റിൽഡ് ലൈഫിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത്. നിങ്ങൾക്കറിയാമോ അത്? അല്ലാതെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരുന്നവനല്ലായിരുന്നു എബ്രഹാം. സ്തെഫാനോസിൻ്റെ പ്രസംഗം വായിച്ചു നോക്ക്. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ അതില്ല, രേഖപ്പെടുത്തിയിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം അവസാന ഭാഗത്ത് തേരഹ് അബ്രാമിനെയും സാറായിയെയും പിന്നെ ലോത്തിനെയും ഒക്കെ കൂട്ടി യാത്ര പുറപ്പെട്ടെന്നും പറഞ്ഞാൽ തുടങ്ങുന്നത്. എന്നാൽ സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിലുണ്ട് കാര്യം, ജോഷുവയുടെ പുസ്തകത്തിലുമുണ്ട്. സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവൃത്തി 7-ാമത്തെ അധ്യായത്തിൽ തുടങ്ങാൻ കാരണമായത് എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം കൽദയരുടെ ഊരിൽ മെസൊപ്പൊത്താമ്യയിൽ പാർക്കുന്ന ആ സമയത്ത് തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. ഇറ്റ് ബിഗിൻസ് വിത്ത് ഗോഡ്. ദൈവം കരുണ ചെയ്തില്ലായിരുന്നേ നമ്മളെല്ലാവരും ഇവിടെ വരികയില്ലായിരുന്നു. ദൈവം കരുണ ചെയ്തു, തേജോമയനായ ദൈവം. പക്ഷെ തേജോമയനാകുന്ന ദൈവത്തെ ഒരിക്കൽ കണ്ടാൽ സെറ്റിൽഡ് ലൈഫ് പുറകിലെറിഞ്ഞേച്ച് ദൈവത്തിൻ്റെ പുറകെ വരാൻ കഴിയുന്നതാണ്, പ്രാപ്തമാക്കുന്നതാണ് വിശ്വാസ ജീവിതം. അത് കുറഞ്ഞ ഒന്നല്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സഹോദരന്മാരെങ്കിലും ഒരാൾ ദയവായിട്ട് ഒന്ന് പ്രാർത്ഥിപ്പാനായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു. കേട്ട തിരുവചനത്തെ ധ്യാനിച്ചുകൊണ്ട്.